പറയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുമ്പേ ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു ആക്ടർ, ഇയാൾ +2 സമയത്താണ് കോണ്ടാക്റ്റിലാവുന്നത്. അതൊരു കൈൻഡ് ഓഫ് ഗ്രൂമിങ് ആണ് അയാളുടെ ഭാഗത്തുനിന്ന്. പ്ലാൻഡ് ആയിട്ടുള്ളൊരു അറ്റാക്കാണ്. ഇതൊന്നും എനിക്കറിയില്ല ആ സമയത്ത്. ഇയാൾ ആ ഫേക്കായിട്ടുള്ളൊരു ഫേക്കാണെന്ന് തോന്നുന്ന അയാൾ തന്നെ ഉപയോഗിക്കുന്ന അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് ചെയ്യുന്നു, സംസാരിക്കുന്നു, പിന്നെ കോണ്ടാക്റ്റിലാവുന്നു. അതൊരു 1-2 ഇയറോളം എനിക്ക് തോന്നുന്നു അയാൾ കോണ്ടാക്റ്റിലാണ്. ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും, കാര്യങ്ങൾ ചോദിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ മോളെ വിളിക്കുന്ന ഒരാൾ. അന്ന് എന്താ എനിക്കെന്താണ് എൻ്റെ അപ്പൂപ്പൻ്റെ പ്രായമൊക്കെ ഉള്ളൂ, ലൈക്ക് നമ്മൾ ഒരിടത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. സോ അതിനുശേഷം ഇതുപോലെ ഒരു ടൈമിലൊരു വെക്കേഷൻ സമയത്തിയപ്പോഴാണ് ഇയാൾ അതിനിടയിൽ തന്നെ പുള്ളി അറിയുന്നുണ്ട് എനിക്ക് ഫിലിമിൽ താല്പര്യം, ഫിലിമിലെന്നല്ല ഞാൻ അഭിനയം സീക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത്. അഭിനയത്തിൻ്റെ ഏതൊരു സൈഡും സീക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ പുള്ളി എന്താണ് ലൈക്ക് ഹീസ് എ ക്രിമിനൽ. സോ അത് അയാളെ പ്ലാനിങ്ങിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം. അപ്പം ഇയാൾ പ്രിവ്യൂവിന് എന്നെ ഇൻവൈറ്റ് ചെയ്തു. സാർ ഇൻവൈറ്റ് ചെയ്തല്ലോ. ഞാൻ അയാളെ എൻ്റെ സിദ്ദിഖ് അങ്കിൾ ഇങ്ങനെ ഞാൻ അയാളെ വിളിച്ചിട്ടുള്ളൂ. ആ സമയത്തൊക്കെ സിദ്ദിഖ് സാറിന് പോലും അല്ല അങ്കിൾ, അങ്ങനെയാണ് ഞാൻ ആ സമയത്ത് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ നിലയിൽ നമ്മൾ ഇതുപോലെ ഞാനും അമ്മയും അച്ഛനും കൂടെ പ്രിവ്യൂ കാണാനാണ് പോയത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഡിസ്കഷൻ ഉച്ചയ്ക്കാണ്, നിങ്ങൾ പൊക്കോ ഞാൻ അങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നേയും ചില ഡിസ്കഷൻസൊക്കെ നമുക്ക് നടന്നു. ഓരോരുത്തർ ഇങ്ങനെ കിട്ടിയില്ല. ലൈക്ക് ഫസ്റ്റ് ടൈം എനിക്ക് അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം ഞാൻ ഒരു പ്രൊഫഷണൽ ഒരു അപ്രോച്ച് നമുക്കുണ്ടല്ലോ, അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മളവിടെ പോകുന്നത്. വളരെ ഓപ്പണായിട്ടാണ്. അതായത് അവിടെ പോകുമ്പോഴും രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്നു, എല്ലാം നമുക്ക് പ്രൊഫഷണാലിസം പോലെ തോന്നിപ്പിച്ച അകത്തൊരു ട്രാപ്പുണ്ട്, ആ ഒരു രീതി. പക്ഷെ അതറിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡോറിനകത്ത് ലോക്ക്ഡായിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ അവിടെയുള്ള എല്ലാവർക്കും എല്ലാം അറിയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഇടയിൽ ഈവൻ ഫുഡ് വരെ ഇയാൾക്കകത്ത് കൊണ്ടുവരാൻ ആൾക്കാരുണ്ടായിരുന്നു. സോ അവർക്കൊന്നും അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഡിസ്കഷൻ ആദ്യത്തെ കുറച്ച് പ്രൈമറി പിന്നെ മിനിറ്റ്സിലെ പുള്ളി എന്നാണ് അതിൻ്റെ ഫാക്ടേഴ്സ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതൊക്കെയാണ്, അതായത് നിനക്ക് നല്ല താല്പര്യമുണ്ടല്ലേ, പാടുമല്ലേ, പാട് എന്നെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പം നമുക്ക് ഒരിടത്തൊരു സംശയം തോന്നിപ്പിക്കാത്ത രീതിയിലായിരുന്നു. ആൻഡ് ഓൾ ഓഫ് എ സഡനാണ് ഈ കോൺവെർസേഷൻ നേരെ ഡയറക്റ്റ് ചെയ്ത് സെക്ഷൽ രീതിയിലേക്ക് പോകുന്നതും വൃത്തികേടിൽ പോകുന്നതും. അറ്റാക്ക് ആണെന്നുള്ളൊരു സ്മെല്ല് കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ വാതിൽ ലോക്ക്ഡാണ് കംപ്ലീറ്റ് ആയിട്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഫുള്ള് ഗ്ലാസ്സസ്. എൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഉണ്ട്, വലിയൊരു ഗ്ലാസ് വിൻഡോ പോലെ. അവിടെ നിന്ന് നോക്കി കാണുന്ന വിഷൻ എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളും പിന്നെ റോഡും ഇതൊക്കെയാണ്. ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഈ ഇമേജ് എന്ന് പറയുന്നത് ഞാനിത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എനിക്ക് ഇമേജ് ഉണ്ട്. ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല. എനിക്ക് ചിലപ്പോൾ എനിക്ക് എൻ്റെ പാരൻസിനെ പോലും കാണാൻ പറ്റില്ല. ബിക്കോസ് ഇയാൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. സോ ഇയാൾ എന്നെ ട്രാപ്പ് ചെയ്ത് അയാൾ എന്നെ കുറേ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു വിത്തൗട്ട് മൈ കൺസെൻറ്റ്. അല്ലെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് ബ്രെയിനിൽ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് വരാൻ തന്നെ കുറച്ച് സമയമെടുക്കും. എന്താണ് നടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനത്തെ കുറേ വിഷയങ്ങളാണ്. അപ്പം പ്രോസസ്സ് ചെയ്യുന്നില്ല. ബ്രെയിൻ എല്ലാം നമ്പാണ്, വേൾഡേ നമ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിനിടയിൽ ഇയാൾ ഈവൻ ലോക്ക് ചെയ്തിട്ടിട്ട് പോലും ഇയാൾ പ്രസ് മീറ്റ് കൊടുക്കാൻ പോയിട്ടുണ്ട്. പ്രസ് മീറ്റ് ഇൻ ദ സെൻസ് അന്ന് കുറച്ച് ചാനലുകാർ അവിടെ ഉണ്ടായിരുന്നു പ്രിവ്യൂവിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഇറ്റ് വാസ് ലൈക്ക് നീ ഇവിടെ കിടക്ക്, ഐ കം. ഈ സെൻറ്റൻസൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഇറങ്ങിപ്പോകാൻ ട്രൈ ചെയ്തിട്ടും എനിക്ക് പറ്റുന്നില്ല. സോ ഇയാൾ അവിടെ പോയിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് വന്നത്. ആ സമയത്ത് ഞാൻ കുറേ ലൈക്ക് ഫോണിൽ വിളിക്കുക ഇതൊക്കെ. പക്ഷേ അവിടെ അങ്ങനത്തെ ഒരു ആക്സസിബിലിറ്റി ഇല്ല, ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ലിറ്ററലി പേടിച്ച് പാനിക്കായാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അതിനുശേഷവും വന്നിട്ടാണ് പുള്ളി ഉപദ്രവിച്ചതും. ലൈക്ക് ഇൻസേർട്ട് ചെയ്യാൻ നീ സമ്മതിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ എന്നെ. അയാളെന്നെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. അയാൾ എൻ്റെ ഫ്രണ്ടിൽ മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ കുറേ ഭീഷണികൾ, നീ എവിടെ പോയി പറഞ്ഞിട്ടും കാര്യമില്ല, നീ ഒന്നും സിനിമയിൽ കയറാൻ പോകുന്നില്ല എന്നുള്ളത് പുള്ളി അടിവരയിട്ട് പറഞ്ഞ വിഷയമാണ്.
ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഡിഫെൻസ് ഉണ്ടല്ലോ, നമ്മൾ ആ സമയത്ത് ഡിഫെൻസ് ചെയ്യാണ്. സോ അതിൻ്റേതായിട്ടുള്ള എല്ലാ തിരിച്ചടികളും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഒരു ടൈമിൽ ഇയാൾ അതിനുശേഷം ഹി ഹാഡ് ഹിസ് ലഞ്ച് ഓൾസോ. നോ, ഐ മീൻ അവിടെ തന്നെ ഹി ഹാഡ് ഹിസ് ലഞ്ച് സൈഡിൽ. ഇതിന് ശേഷമാണെങ്കിലും ഞാനിങ്ങനെ അയാളെടുത്ത് ലൈക്ക് ഹീ സെഡ് ദറ്റ് എപ്പം നിനക്ക് ഏത് സിനിമ വേണോ ഇനി എൻ്റെ എനിക്കറിയുന്ന എല്ലാത്തിലും നിന്നെ കാസ്റ്റ് ചെയ്യാം, പക്ഷെ നീ ഏതൊരു ഓപ്പർച്യൂണിറ്റി വന്നാലും ഓരോ ഓപ്പർച്യൂണിറ്റിക്കും എൻ്റെ കൂടെ കിടക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, ഞാൻ എല്ലാ ഓപ്പർച്യൂണിറ്റിയും നിനക്ക് തരാം. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും വന്നത്, കൺവിൻസ് ചെയ്തെടുക്കാനുള്ളൊരു രീതി. അന്ന് അയാൾ കുറേ ആക്ടേഴ്സിൻ്റെയും കോസ്റ്റാർസിൻ്റെയും ഒക്കെ നെയിമുകൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന തമ്മിലായിട്ടുണ്ട്, അങ്ങനെ കുറേ സാമ്പിൾസ് അവർക്ക് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. നമ്മളെങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പുള്ളി ഹാർഡറാണ്. അപ്പോൾ വേറെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഇയാൾ ഞാൻ നിങ്ങൾ അങ്ങനെയൊന്നും അല്ല കണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പം നീ എന്നെ എങ്ങനെ കണ്ടിരിക്കുന്നു എന്നുള്ള, ഞാൻ നിന്നെ എങ്ങനെ കണ്ടിരിക്കുന്നു എന്ന് മാത്രം നീ അറിഞ്ഞാൽ മതി, നീ കണ്ടിരിക്കുന്ന പോലെ അല്ല ഞാൻ നിന്നെ കണ്ടത്. ഇങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. കിട്ടിയൊരു ഗ്യാപ്പിലാണ് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ പോലും ഞാൻ എങ്ങനെയാണ് എന്ത് രീതിയിലാണ് ഇതൊന്നും തന്നെ ഞാൻ കൺസേൺ അല്ല, എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു രീതിയായിരുന്നു. സോ ഞാൻ ഇറങ്ങിയപ്പോഴും ഞാൻ കിട്ടിയ ഏതൊരു ഓട്ടോയ്ക്കായി അടിച്ച് ഞാൻ കയറിപ്പോയി. അന്ന് ഐ വാസ് വിയറിങ് ഓറഞ്ച് കളർ ഡ്രസ്സ്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ എനിക്ക് ഓറഞ്ച് കളറിനോട് പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യത്തില്ലായിരുന്നു. മിറേഴ്സ് എനിക്ക് പ്രോബ്ലം ആയിരുന്നു, ബിക്കോസ് ഗ്ലാസ് അവിടുത്തെ ഇമേജ് ഞാൻ ഒത്തിരി സൈക്കോളജിക്കലി ഒക്കെ കടന്നുപോയി. ഐ മീൻ കുറേ ഇഷ്യൂസ്, ഐ മീൻ മിക്സ്ഡ് ആങ്സൈറ്റി, ഡിപ്രസീവ് ഡിസോർഡർ, ഇഷ്ടം പോലെ കാര്യങ്ങൾ, ലോ കോൺഫിഡൻസ്, സെൽഫ് ഡൗട്ട്, സെൽഫ് ബ്ലെയിമിങ്. ഞാനെന്തോ തെറ്റ് ചെയ്തെന്ന് ഏതൊരു സമയത്ത് ഞാൻ സ്വന്തമായിട്ട് വിശ്വസിച്ചു, ഞാനാണ് തെറ്റുകാരി എന്നുള്ളൊരു അതിൽ ഞാൻ തന്നെ എത്തി. അതിനെടുത്തൊരു വേദന ഉണ്ടല്ലോ, അതായത് എൻ്റെ ഇത്രയും കൊല്ലം എനിക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു സമയം ഞാനതിനു വേണ്ടി എടുത്ത ബ്ലെയിമിങ് എന്നൊക്കെ പറയുന്നത്, നോബഡി വാസ് ദെയർ. ഒരാളും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഹെൽപ്പ്, എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല, ഒരു സപ്പോർട്ട് ഗ്രൂപ്പ്സും ഉണ്ടായിരുന്നില്ല. നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്കൊരു പ്രിവിലേജും ഇല്ല. The only one thing I have is to dream big. അത് മേ ബി ഇപ്പം ആണെങ്കിലും ഐ സ്റ്റിൽ ഡ്രീം വെരി വെരി ബിഗ്. അത് മാത്രമേ എനിക്കറിയുള്ളൂ. എൻ്റെ ഡ്രീം ഒരിടത്തും പോയിട്ടില്ല. ഞാൻ അത്രയും ഡ്രീം ചെയ്യുന്നുണ്ട്. ഒരു ചേഞ്ചാണിത്, ചെറിയൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആളുകളുടെ വാക്കിലാണെങ്കിലും അപ്രോച്ചിലാണെങ്കിലൊക്കെ പീപ്പിൾ ആർ റെഡി ടു ലിസൺ. ഓക്കെ, ഇങ്ങനൊരു ആസ്പെക്റ്റ് ഉണ്ടോ, പ്രശ്നമാണല്ലോ, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അവർ അറ്റാക്ക് ചെയ്യാണ്ട് ഒന്ന് കേൾക്കും. പണ്ട് നമുക്ക് പേരുകളാണ്, ഇഷ്ടംപോലെ പേരുകളാണ്, ട്രബിൾ മേക്കർ, അറ്റൻഷൻ സീക്കർ, അത് ഇത് ഏതൊരു സെറ്റിൽ പോയി. ഞാനൊക്കെ അത്രയും പ്രൊഫഷണലായിട്ടാണ് അഭിനയത്തിന് കാണുന്നത്. ഒരു സെറ്റിലും എനിക്ക് പ്രോബ്ലം ഉണ്ടാക്കാൻ അല്ല നമ്മൾ പോകുന്നത്. പക്ഷെ എവിടെ നിന്നാണ് ഈ പേര് നമുക്കൊക്കെ വന്നത്? പ്രോബ്ലം മേക്കർ, അറ്റൻഷൻ സീക്കർ എന്നൊക്കെ ഇങ്ങോട്ടുണ്ടാകുമ്പോൾ ഡിഫെൻസ് വരുന്നതാണ്. അതിങ്ങനെയാണ് പ്രോബ്ലം വന്നത്. അപ്പം നമ്മളിങ്ങോട്ട് ഉപദ്രവിക്കാതിരിക്കണം, അതല്ലേ വേണ്ടത്. അപ്പം സോറി, ക്വസ്റ്റ്യൻ എന്താ? അതെ അതെ
അതെ, അത് ആ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ളത്. അത് പ്രതികരണങ്ങൾ ഇനി എവിടെയെന്ന് ചോദിച്ചാൽ മതി. ബിക്കോസ് ഇനി എന്താ സൊല്യൂഷൻ, വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളൊരു വിഷയമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, കുറേ വർഷമായില്ലേ, കുറേ കാര്യങ്ങളായില്ലേ, ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത്, സിസ്റ്റം എന്താ നമുക്ക് തരുന്നത്, അത് തരുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കി മൂവ് ചെയ്യാമെന്ന് ഞാനും പറയുന്നുള്ളൂ. അല്ലാതെ നമ്മളൊക്കെ പറഞ്ഞ് ഒരു നല്ല ടൈം വരെ നമുക്കൊക്കെ നിയമ നടപടിക്ക് പോകാത്തതല്ല, അത് ഒരു ടൈമിലൊക്കെ പോയാണ് നമ്മൾ അയ്യോ ഇനിയിപ്പോൾ വയ്യ അതിനൊന്നും, ഇച്ചിരി നമ്മളെ കാര്യം നോക്കട്ടെ എന്നൊരു രീതിയിൽ എത്തുന്നത്. അങ്ങനെ അല്ല, ഇപ്പോഴും നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അഷുറൻസ് ഇതാ, അത് വെറുതെ വാക്കിൽ പറഞ്ഞാൽ പോരാ, കൃത്യമായി നമുക്ക് തോന്നട്ടെ, അതെ നമുക്കിപ്പോൾ ഈ റിസ്കിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മളെ ഡ്രീം നമ്മൾ പണയം വെക്കേണ്ടി വരുന്നില്ല, നമുക്ക് ഇറങ്ങാം, ഞാൻ എല്ലാ എവിഡൻസുമായിട്ട് ഇറങ്ങാം. ബിക്കോസ് അയാൾ അയച്ചതെല്ലാം മെസ്സഞ്ചറിലും വാട്സപ്പിലും പല കാര്യങ്ങളാണ്, ഞാൻ ഇറങ്ങാം. പക്ഷേ എവിടെ നമുക്ക് ആ സെക്യൂരിറ്റി, എനിക്കിനി എൻ്റെ ഡ്രീം വളരെ ഇമ്പോർട്ടൻ്റ്, എൻ്റെ കരിയറിലാണ് ഞാൻ തിരിച്ച് ബാക്ക് ടു ട്രാക്കായി വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇപ്പോഴും ഐ എം സ്റ്റിൽ എന്താണ് അതിൽ വർക്കിംഗ് ഹാർഡ് അത് ക്രിയേറ്റ് ചെയ്യാനും. ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് സ്പേസ്, ആരുടെയും കുത്തകയൊന്നുമല്ല ഈ വിഷയം ഒന്നും. സോ നിയമം അല്ലെങ്കിൽ എന്താ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കുക, ഇതൊക്കെ അതിനൊക്കെ ഇങ്ങനെ ഒരു കുറേ ആസ്പെക്റ്റ് ഉണ്ട്. അത് ഇല്ല, ഞാൻ ഈ തവണ എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റിക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് തീർച്ചയായിട്ടും. അതൊരു വലിയ നാഴികക്കല്ലാണ്, ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ, അതൊന്നും പറയാനില്ല. അതിന് എല്ലാവിധ കൺഗ്രാജുലേഷൻസും ആ കാര്യത്തിൽ. അത് നമുക്ക് തീർച്ചയായും അറിയാതൊക്കെ നമുക്കത് ഒരു ആർജവം തരുന്നുണ്ട്. പ്ലസ് നമുക്ക് നമ്മളോടുള്ളൊരു ഡിഗ്നിറ്റിയും ഉണ്ട്. അല്ലെങ്കിൽ ചില മെലോ ഡ്രാമ കാണാൻ വയ്യ എന്നുള്ളതാണ്. ഞാൻ ഈ തവണയൊന്നും പ്രതികരിക്കണമെന്ന് വിചാരിച്ച ഒരാളല്ല. കാര്യം എനിക്ക് വയ്യ, എനിക്ക് ഒരു ചെറിയ ഒരു മൈന്യൂട്ട് എനർജി പോലും ഇല്ല, ഒരു സിംഗിൾ ഡ്രോപ്പ് ഓഫ് എനർജി എൻ്റെ കയ്യിലില്ല. സോ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്തും ഇയാളുടെയൊക്കെ പ്രതികരണം, മിസ്റ്റർ സിദ്ദിഖിൻ്റെ പ്രതികരണങ്ങളും ഇയാളെ പോലത്തെ പല ആൾക്കാരുടെ പ്രതികരണങ്ങളും ഒന്നുമേ അറിഞ്ഞിട്ടില്ല, അയ്യോ ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ എല്ലാം മറന്നുപോയി എന്നുള്ള ഈ സംഭവം ബീയിങ് എ സർവൈവർ മാറിയിരുന്ന് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ തരണം. ക്രിമിനൽ ആക്ടിവിറ്റി ആണെങ്കിൽ ഞാൻ എണ്ണി ചോദിക്കാം, എൻ്റെ ബോഡി റെക്കോർഡ് ചെയ്തതും മൈൻഡ് റെക്കോർഡ് ചെയ്തതും അതിൻ്റെയൊക്കെ പാർശ്വഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ജീവിതമാണ് എൻ്റെ. ഈ ബൈ പ്രോഡക്റ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ മെലോ ഡ്രാമ എന്തിനാണെന്നുള്ളത്. അവിടെയാണ് നമുക്ക് ദിസ് ഇസ് ഹൈ ടൈം എന്ന് തോന്നിയതും നമുക്ക് ഹാപ്പനായി പോയതാണ് ഈ വിഷയങ്ങളെല്ലാം. ആ ഒരു സമയത്താണ് ഇയാളുടെ ഫോൺ കോൾ വരുന്നത്. ആ ഒരു ദിവസത്തെ ഫോൺ കോളിന് ശേഷം പിന്നെ ഫോൺ കോൾസ് ഒന്നും എനിക്ക് തോന്നുന്നു ബ്ലോക്ക് ചെയ്തുകൊണ്ടോ വല്ലതും ആയിരിക്കണം തോന്നുന്നു. അതിന് ശേഷം കോൾസ് ഒന്നും വന്നിട്ടില്ല, അയാളെ കണ്ടിട്ടുമില്ല ഒരിടത്തും വെച്ച്. പക്ഷേ അറൗണ്ട് ആ ഒരു സമയത്ത് തന്നെയാണ് അയാൾ എന്നെ വിളിക്കുന്നത്. ഒരു ഫോട്ടോഗ്രാഫറിൽ നിന്ന് പിന്നെ എൻ്റെ ഫോട്ടോ കണ്ടിട്ട് അയാൾ വിട്ട് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്ചർ കണ്ടിട്ട് അയാളിൽ നിന്ന് എൻ്റെ നമ്പർ വാങ്ങിയിട്ട് ഇയാൾ സെക്സ് അത് ചെയ്യാൻ ഇഷ്ടമുണ്ടോ, ഇത് ചെയ്യാൻ ഇഷ്ടമുണ്ടോ, മറ്റേതാണോ താല്പര്യം, അതാണ് ലൈക്ക് ലാക്ക് ഓഫ് റിമോഴ്സ് എന്ന് പറയും. ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഗിൽട്ടും ഇല്ലാത്ത നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഇങ്ങനത്തെ പേഴ്സണാലിറ്റീസാണ് ഇവരെല്ലാം. ക്രിമിനൽസ് ആണ്, അവർക്ക് എന്ത് ഗിൽട്ട്, എന്ത് ഷെയിം ഇരിക്കുന്നത്. ഇത് മാട്രോയ്സ് ആണെന്നാണ് വിചാരം. അതായത് ഇതൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെന്തോ ഭയങ്കര ഇതാണ് ഇവരുടെയൊക്കെ ഉള്ളിൽ. ഇതൊക്കെ കൊണ്ട് നമുക്ക് തോന്നുന്ന ഇതൊക്കെ അറിയില്ല, അബ്യൂസ് എന്താ, കൺസെൻറ്റ് എന്താ, ഒന്നും അറിയാത്ത കുറേ ഇതാണ് മഹാനടൻ തന്നെ, അങ്ങനത്തെ ഒരു രീതിയിലുള്ള കുറച്ച് ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പം ഞാൻ സിദ്ദിഖിനെ കൂടെ ഇൻവോൾവ് ചെയ്ത് തന്നെയാണ് പറയുന്നത്. അപ്പം ഇയാൾ വിളിച്ച് ചോദിച്ചപ്പോഴും ഡയറക്റ്റ്ലി ലൈക്ക് ഞാൻ ഫോട്ടോ കണ്ടിരുന്നു, ആദ്യം തന്നെ കുറേ വാക്കുകൾ കുറേ പറയും, ഹോട്ട് അത് ഇത്. ഞാൻ കംപ്ലീറ്റ്ലി നമ്പാണ്, എന്താ സംഭവം, ആരാ നമ്പർ എന്നതൊന്നും പറയുന്നില്ല. ലേറ്റർ ഓൺ ആണ് ഇയാൾ നിങ്ങൾ സെക്സ് ചെയ്യുമോ, എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം. നമ്മൾ പോകുന്നൊരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും റിയാക്ട് ചെയ്യാൻ ചോദിക്കും, ഫോൺ വെച്ചിട്ട് പോയപ്പോൾ ഇല്ല, ഫോൺ വെക്കാനും പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. അതിനിടയ്ക്കുള്ളൊരു ഫൈൻ ലൈനിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും. അപ്പം ഭയങ്കര സഫക്കേഷനാണ്. ഇവിടെ വന്ന് നിൽക്കും, അങ്ങനെയും ഞാൻ ഇരിക്കുക. അപ്പോൾ സ്ലോലി ഇയാൾ ചോദിക്കുന്നുണ്ട്, ഞാൻ കൊച്ചിയിലേക്ക് 9 days ഓഫ് ലീവിനാണ്, എന്തോ ഒരു സംഭവത്തിന് കൊച്ചിയിലേക്കുണ്ട്, നീ സമ്മതിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട്, ഇങ്ങനെ അയാൾ ചോദിച്ചു. അയാൾ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അവരെ ഒന്ന് ഒപ്പിച്ച് തരാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിച്ചത്. എന്നാ
ആഫ്റ്റർ ദ കോൾ ഞാനും എൻ്റെ സുഹൃത്തുമുണ്ട്, അവളും കേട്ടോണ്ടെങ്കിൽ നമ്മൾ രണ്ടും ഒരേ പ്രായമാണ്, നമുക്ക് മാക്സിമം എന്താ പറയുക, നമ്മൾ രണ്ടും ഇങ്ങനെ നമ്പായിട്ട് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ലൈക്ക് സ്ലോലി ഐ എം റിയലൈസിങ്, ഓ ഇതൊരു പൊതു സ്വഭാവമാണല്ലോ ഇൻഡസ്ട്രിയുടെ. അതുവരെ എനിക്കൊരു അനുഭവം കിട്ടി, ഞാൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്, ആരോടൊന്നും പറയാണ്ട് പേടിച്ചിട്ട്. പക്ഷേ ഓരോന്നായിട്ട് 1 by 1 ഓരോ ഓപ്പർച്യൂണിറ്റീസ് മുന്നോട്ട് വരുമ്പോഴും കോംപ്രമൈസിങ്, അഡ്ജസ്റ്റ്മെൻറ്റ്, ഇന്നൊരാൾ അത് നമ്മൾ സെറ്റിനകത്ത് ഇച്ചിരി അഡ്ജസ്റ്റ്മെൻറ്റ് അന്നേരം ഞാൻ ചോദിച്ചു, ഓൾമോസ്റ്റ് മനസ്സിലായ ഒരു സമയമാണ് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, അതൊന്നുമില്ല. ഇച്ചിരി ആൾക്കാരായിട്ട് എത്ര ആൾക്കാരാണ്, അത് ഡയറക്ടറായിട്ടൊന്നും ചെയ്യേണ്ടി വരും, സിമ്പിൾ എഡിറ്റർ, പിന്നെ സ്ക്രീൻ റൈറ്റർ, സിമ്പിൾ ആക്ടർ. സീരിയസ്ലി ഇങ്ങനെയാണ് അവരെന്നോട് ചോദിക്കുന്നത്. ലൈക്ക് അപ്പം ഞാൻ പറഞ്ഞു, ഹോൾ സെറ്റാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് കംപ്ലീറ്റ്ലി അയാളെ പൈസയും തിരിച്ചു കൊടുത്ത് എഗ്രിമെൻറ്റ് ഞാൻ സ്ഥലം വിട്ടു എന്നുള്ളതാണ് കാര്യം. ഹൊറിബിളാണ്. അതെ, തീർച്ചയായിട്ടും എല്ലാവരും എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത തന്നെ നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ്. അതായത് നമുക്ക് ബീങ് എ വുമൻ നമുക്ക് തോന്നില്ലേ നമുക്ക് അവരോട് ഷെയർ ചെയ്യാം, നമുക്ക് പരിചയമുള്ളതിൻ്റെ ബേസിസിലല്ല. അതൊരു വിമൻ ടു വിമൻ കണക്ഷനാണ് ചില ഇടങ്ങളിലുള്ളൊരു ട്രസ്റ്റും ഇതൊക്കെ. അപ്പം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം പറയണം, വോയിസ് അടക്കം അയാൾ സെൻഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ, അയാൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചത് എല്ലായിടത്തും അവർ അപ്രീസിയേഷൻ വെച്ചിട്ടാണ് അയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർട്ടിസ്റ്റിനെയാണ് പുള്ളി ചൂസ് ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് ഈ വർക്ക് കൊള്ളാം മോളെ, നന്നായിട്ടുണ്ട്, ഞാനൊന്ന് അഭിനന്ദിച്ചതാണ്. അതായത് അപ്പം നമുക്ക് തോന്നും ഭയങ്കര ജനകീയമായ ഒരു മനുഷ്യനാണ് അയാൾ എന്നുള്ളൊരു ഇമേജ് വരുത്തി, സിമ്പതി, എമ്പതി, വെള്ള ഷർട്ടൊക്കെ ഇട്ട് നമ്മുടെ വളരെയധികം സൗമ്യമായ ഇല്ലാത്ത സൗമ്യത എല്ലാം അയാൾ ഉണ്ടാക്കിയെടുത്ത് അഭിനയം, നാടകം, എന്തൊക്കെയാണ് അയാൾ കാണിക്കുന്നത് അവിടെ ഇരുന്നിട്ട് പെർഫോമൻസ്. ഡ്രസ്സിൻ്റെ ഇതാ അതായത് ഞാൻ ഈ നേരത്തെ എണ്ണി പറഞ്ഞ കുറച്ച് വിഷയങ്ങളുണ്ട് അയാൾ എന്നെ ചെയ്ത വിഷയങ്ങൾ. അതൊക്കെ ഇമാജിനേഷനാണല്ലേ, ഇതൊക്കെ എനിക്ക് രേവതിക്ക് തോന്നിയ വിഷയങ്ങളാണ്. ആ കുട്ടിയോട് ജസ്റ്റ് ഇന്നേഴ്സ് ഒന്ന് നേരെ പിടിച്ചിടാൻ പറഞ്ഞു, നല്ല വലിയ ആൾക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലമായത്. അതുകൊണ്ട് ആ കുട്ടി അതിനെ വേറെ ഏതോ മോശപ്പെട്ട രീതി സ്വന്തമായി ഇൻ്റർപ്രറ്റ് ചെയ്തു. അതായത് അവിടെയും വിക്ടിം ഷേമിങ്. ഞാൻ ചിന്തിച്ചു ഇത്രയും വിഷയങ്ങൾ എൻ്റെ ബോഡി റെക്കോർഡ് ചെയ്ത ഈ വിഷയങ്ങൾ അയാൾ ടച്ച് ചെയ്തിട്ടേ ഇല്ല. അയാൾക്ക് ഒന്നും അങ്ങനത്തെ ഒരു കൺസെൻറ്റൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന മോളെ പോലെ കരുതുന്ന ഒരു മനുഷ്യനാണ്. ബാക്കിയെല്ലാം ഞാൻ എഴുതി വെച്ചതാണ്. എൻ്റെ ഇത്രയും ദുരനുഭവങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി കൊടുത്ത കാര്യങ്ങളാണല്ലേ. അല്ല, ആ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ എനിക്ക് അങ്ങനത്തെ ഒന്നും അവിടെ ഒന്നും വന്നിട്ടില്ല. വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എങ്ങനെയാണ്. നമ്മൾ പറഞ്ഞ് അതിൻ്റെ ഒരു ടോപ്പ് ലെവലിലെത്തി. ഇനി നമുക്കൊന്നും പറയാനില്ല. ഇവിടെ എന്താണ് സൊല്യൂഷൻ, ഇവരെങ്ങനെയാണ് എടുക്കുന്നത്, അതിനെ നിങ്ങളിനി കുറച്ച് ദിവസത്തെ ഒരു ചർച്ചയായിട്ട് മാത്രമേ ഇതിനെ വെക്കുന്നുള്ളൂ. എന്താണ് അവരുടെ ഒരു അപ്രോച്ച്? നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ പ്രശ്നങ്ങളും പറഞ്ഞു, എന്തൊക്കെ നമ്മുടെ ലിമിറ്റേഷൻസ് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ മുന്നോട്ട് വന്നാൽ ലീഗലി നമുക്ക് മുന്നോട്ട് വരാനുള്ള ലിമിറ്റേഷൻസ് നമ്മൾ കൃത്യമായിട്ട് ഓരോ സെൻറ്റൻസ് വൈസ് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നോക്കട്ടെ അവരെന്താണ്. ആണ് ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് ഇവർക്കൊന്നും ലാക്ക് ഓഫ് നോളജ്, കൃത്യമായിട്ടുള്ള അവയർനെസ്. എന്താണെന്ന് ഈ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഓരോ എക്സാംസ് എഴുതി അങ്ങ് കയറ്റും. ഇത് പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കൃത്യമായിട്ട് സൈക്കോളജിക്കൽ എഡ്യൂക്കേഷൻ, വിമൻ സ്റ്റഡീസ് കൃത്യമായിട്ടുണ്ടോ, അവരുടെ ഇമോഷൻ, അവരുടെ സൈക്കോളജി. ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ത്രീ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരാളോട് ബിഹേവ് ചെയ്യുന്നതല്ല റാൻഡംലി എടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. വെരി സെൻസിറ്റീവ് നമ്മൾ അവരോട് സംസാരിക്കുന്നത്, ഏത് സ്പേസിലാണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത്, അവരോട് ചോദിക്കുന്ന അപ്രോച്ച് എങ്ങനെയാണ്. അവർക്ക് ചിലപ്പോൾ വിങ്ങും, അവർ പറയാൻ പറ്റാത്ത വിഷയങ്ങൾ പോലും നമ്മളത് അത്രയും സെൻസിറ്റീവായിട്ട്. മെയിൻലി വേണ്ടത് പ്രൈവസിയാണ്. ഞാൻ ഏതൊരു സമയത്ത് വനിതാ കമ്മീഷനിൽ പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഓടിക്കളഞ്ഞ സമയമുണ്ട്. അതായത് കുറേ പേരിങ്ങനെ അകത്തിരിക്കുകയാണ്. എന്നിട്ട് അവർ എന്ത് ഇങ്ങനെയാണ് വരേണ്ടത് ചോദിച്ചത്, എന്ത് ഇങ്ങോട്ട് കയറി ഇരിക്കണം, എന്താ സംഭവിച്ചു, ആരാ നിന്നെ കയറി പിടിച്ചത്, ഇങ്ങനെയാണോ അവർ ചോദിക്കേണ്ടത്? നമുക്കിത് കേൾക്കുമ്പം തന്നെ നമുക്കവിടെ ലീവ് ചെയ്യാനാണ് തോന്നുന്നത്. കാര്യം ഇതും ഇവരൊക്കെ സെയിം ബോട്ടിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്രയും ക്രിമിനാലിസം നമുക്കിവിടെ നടക്കുന്നത്. ക്രിമിനൽസ് ആർ വെരി ഷുവർ ദാറ്റ് ഇത് ചെയ്താലും, അതുകൊണ്ടാണല്ലോ അയാൾ ധൈര്യമായിട്ട് പറഞ്ഞത്, എവിടെ പോയി വേണം നീ പറഞ്ഞൊന്നും നടക്കൂല. ഹീ നോസ് ദ സിസ്റ്റം. അതിൻ്റെ ഫീഡ് ചെയ്യാണ് സിസ്റ്റം. അതെ.
നമുക്കിപ്പം സ്ഥിരം പറയുന്നൊരു ഇതുണ്ടല്ലോ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ്, സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല. സ്റ്റോപ്പ് ഇറ്റ്. ഇത് എന്തൊരു നോൺസെൻസ് ആണ്. അത് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം, അല്ലാതെ അപ്പുറത്ത് നടക്കുന്നുണ്ട് ഇതെന്താ ജനറലൈസ് ചെയ്യാനുള്ള എന്താ മിഠായി കഴിക്കുന്ന ഒരു ലാഘവത്തിൽ പറയാനുള്ള എന്തെങ്കിലും സംഭവമാണ്. ഇവിടെ അത് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇവിടെയുള്ള ആൾക്കാരല്ലേ നമ്മൾ ആക്ടിങ് ഫീൽഡിനകത്ത് വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ്, ആർട്ടിസ്റ്റുകളല്ലേ. ആർട്ടിസ്റ്റിക് ഇതിൽ നടക്കുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ് എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചാൽ 1-2 ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. അവരൊക്കെയാണ് ദി റിയൽ സൂപ്പർ സ്റ്റാർസ് എന്ന് ഞാൻ പറയും. ഫോർ എക്സാമ്പിൾ ജഗദീഷ് ആണെങ്കിലും അല്ല, അവരൊക്കെ ഒരു സെൻസിബിളാണ് പറയുന്നതിന് അകത്ത്, അല്ലെങ്കിൽ ഒരു ലേൺ ചെയ്യാനും അറിയാനും മാറ്റത്തിൻ്റെ ഒരു രീതി ഇമ്പോർട്ടൻസും ഒക്കെ അവർക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലേ. അത് ലേറ്റായി പോയി. കുറച്ച് അയാൾ കിടന്ന് ഡ്രാമ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല, വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും എന്നറിഞ്ഞപ്പോൾ വെച്ച കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇദ്ദേഹം സിദ്ദിഖാണെങ്കിൽ പിന്നെ ഈ ഒരു രാജ്യക്കകത്ത് വേറെയും ചില ഒരു കണ്ണിങ് പേഴ്സൺ ആണ് അയാൾക്ക് എല്ലാത്തിനും പിന്നിലും വ്യക്തമായ അജണ്ട ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാത്തിനും പിന്നിലും ആളുകളിൽ നിന്ന് എങ്ങനെ സിമ്പതി നേടാം, എല്ലാവരെയും അപ്രിഷ്യേറ്റ് ചെയ്ത് നന്മമരമായി നിൽക്കുമ്പോൾ ആളുകൾ ജനകീയമായിട്ടുള്ള ഒരാൾ ആക്ടറായിട്ട് എടുക്കും. അയ്യോ സിദ്ദിഖൊക്കെ എന്ത് പാവ, റിപ്ലൈ അയച്ചാൽ അപ്പം റിപ്ലൈ അയക്കും. ഇങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ടായേക്ക്. എനിക്ക് ഐ ഹാവ് നത്തിങ് ടു ലൂസ്. അതുകൊണ്ട് ഞാനിപ്പം എനിക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്, എല്ലാം നഷ്ടപ്പെട്ടു ഇപ്പം. പക്ഷേ ഐ എം പ്രൗഡ് ദാറ്റ് ഐ സ്റ്റിൽ എക്സിസ്റ്റ്, ഐ ഡു ബ്രീത്ത്, ഐ എം സ്റ്റിൽ ഡ്രീമിങ് വെരി വെരി ബിഗ്. അപ്പം അതിൽ ഞാൻ ഒരിക്കലും ഇതൊരു വീക്കായിട്ട് കരുതരുത്. ബിക്കോസ് നമുക്ക് അതിലൂടെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും, നമ്മളെ ബിഹേവിയർസും ഇതെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. മേ ബി എനിക്ക് എന്തെങ്കിലും സംഭവിക്കാമായിരിക്കും. ഇവന്മാരൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ്. അവരുടെ ഒന്നും തലയിലാകാതെ ഓരോ പ്രശ്നങ്ങളും ഡീൽ ചെയ്യാൻ അവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പേടിയില്ല. കൊന്നാളട്ടെ, പക്ഷേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും അണ്ടിൽ ഐ ഡൈ. ഞാൻ ബിക്കോസ് ഇതെനിക്ക് സംഭവിച്ചത് എനിക്കാണ്. ഞാൻ മാത്രമേ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ശരി. ഞാനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ, അയാളല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ, ഒരാളും അല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഞാനാണ്. എൻ്റെ ബോഡിയും എൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സൈഡും ഇതിന് വില കൊടുക്കേണ്ടത്, എൻ്റെ പ്രൊഫഷനും വില കൊടുക്കേണ്ടി വന്നത് അത്രയും വലിയൊരു പ്രൈസാണ്. അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. അവരാരുമല്ല അത് തീരുമാനിക്കേണ്ടെന്നുള്ളത്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഈ ഒരു പ്രോസസ്സിനകത്ത്. പരസ്പരം നമ്മൾ ഇൻസ്പയർഡായി, പരസ്പരം പല കാര്യങ്ങളും നമ്മളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീകളെല്ലാവരും തന്നെയാണ്. അത് ഗ്രൂപ്പ് ബേസ് ചെയ്ത്, കളക്റ്റീവ് ബേസ് ചെയ്യുന്നതാണെങ്കിലും ഇൻഡിവിജ്വൽ ബേസ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ അവരെ മാറ്റി നിർത്തി ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ പരസ്പരം നമുക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആരും നമുക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിട്ടില്ല. നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോഴൊക്കെ അറ്റാക്ക് നേരിട്ടും കരിയർ പിന്നെ പണയത്തിന് വെച്ചും പല പല റിസ്ക്കും ഏറ്റെടുത്ത് തന്നെയാണ് ഈ പറയുന്ന ഓരോ സ്ത്രീകളും മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ശിക്ഷ കിട്ടണമെന്നുള്ളത് അത് ഞാൻ ഭയങ്കര അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പോകുന്നത് ഇനി വരും കാലങ്ങളിൽ എന്നുള്ളത് കുറച്ചുകൂടി എനിക്ക് ഒബ്സർവ് ചെയ്യാനുണ്ട്. എങ്ങനെയാണ് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാം. കാരണം തകിടം പറഞ്ഞ് തിത്തൈതാഹ കളിക്കാണ്ട് ലൈക്ക് എന്താണ് ഇവർ ശരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കുറച്ചുകൂടെ ഒന്ന് വാച്ച് ചെയ്യാനുണ്ട്. അതെ, അതായത് പരാതി നിങ്ങൾ തരൂ, അപ്പോൾ കേസെടുക്കാം. ഇതിന് മുന്നേ ഒക്കെ ഇങ്ങനെ പരാതിയായിട്ട് വരൂ. പരാതിയായിട്ട് വരാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്പേസ് തരൂ, ഒരു ചെയർ, നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു ചെയർ നിങ്ങൾ ഇട്ട് തരൂ. ആദ്യം നമ്മൾ അവിടെ വന്ന് ഇരിക്കട്ടെ. അവിടെ നിന്നാണ് നമുക്കൊരു ട്രസ്റ്റ്. നമുക്കവിടെ അടുക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് പല പല സ്പേസസ് നിൽക്കുന്നത്. അതിൽ നിന്ന് പല പെൺകുട്ടികൾക്ക് പല രീതിയിലായിരിക്കും ഇത് പാനിക്കാവുന്നത്. ചില ആളുകൾക്ക് അത് പേടിയായിരിക്കും. കാര്യം ചില ആളുകൾ രണ്ടും കൽപ്പിച്ച് കയറിപ്പോവും. ഇത് ഒരു പേഴ്സണാലിറ്റി ഡിപ്പെൻഡ് ചെയ്ത വലിയൊരു സൈക്കോളജി തന്നെ ഇതിനകത്തുണ്ട്. അപ്പം ഇതൊന്നും അറിയാതെ നേരെ വന്നിട്ട് പറയണം നീ എന്തിനാ അവിടെ പോയി, ഇങ്ങനെയൊക്കെ ചോദിക്കാനിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നമ്മളിങ്ങനെ വിശ്വസിക്കും. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയാണ്. അവർക്ക് അങ്ങനത്തെ ഒരു തോന്നൽ ഇതുവരെയും ഉണ്ടെങ്കിൽ അതിനെ ഡിബാർ ചെയ്ത് മാറ്റുക, റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. അത് ആദ്യം അവർ റീപ്ലേസ് ചെയ്യട്ടെ. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം എന്നുള്ളൊരു